ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇതിനെ ആരും സീരിയസ് ആയി എടുക്കരുത്. ഇത് കേൾക്കാനോ കാണാനോ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ബാക്കടിച്ച് പോവുക. ഇതിൻ്റെ റിക്വസ്റ്റാണ്. ഏട്ടാ, എനിക്കും പ്രേമിക്കണം. ഭ്രാന്തായോ നിനക്ക്? എനിക്ക് പ്രേമിക്കാൻ ചെക്കനെ കിട്ടിയില്ലെങ്കിൽ ഐഷേച്ചിൻ്റെ കാര്യം ഞാൻ വീട്ടിൽ പറയും. പിന്നെന്ത് ചെയ്യണം പറയൂ. ഏത് ഗതികെട്ട നേരത്താ കർത്താവെ എനിക്കൊന്ന് പ്രേമിക്കാൻ തോന്നിയത്. അത് ഈ കുറിപ്പിനോട് പറഞ്ഞു പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഏട്ടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ പെങ്ങളായി പോയില്ലേ. എനിക്കൊരു ചെക്കനെ സെറ്റാക്കി തരണം. എൻ്റെ കൂട്ടുകാരന്മാരോട് വിളിച്ചു ചോദിക്കട്ടെ. കിട്ടിയ കിട്ടി. ഓക്കെ. എടാ, നിന്റെ അറിവിൽ പ്രേമിക്കാൻ മറ്റു വലിയ ചെക്കന്മാരുണ്ടോ? പോന്നേര്. അതല്ല, എനിക്കല്ല, എൻ്റെ അനിയത്തിക്കാന്ന്. അതായിരുന്നു മനസ്സിലാവുന്നല്ലോ പറയണ്ടേ. നീ പെട്ടെന്ന് പ്രേമിക്കാൻ പെണ്ണുണ്ടോന്ന് ചെക്കനുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് നിനക്കാണ്, നീ കമ്മിച്ചറാണെന്ന് ഞാൻ മറന്നും പോയി. ഈ രാത്രി നീ ഈ സമയത്ത് എന്താ എവിടെയുടെ? എനിക്ക് പ്രേമിക്കാൻ ചെക്കൻ സെറ്റായോ എന്നാൽ മാത്രം വേണ്ടിയാൽ മതി. എടി കിളിയെ, ചെക്കനെ സെറ്റാക്കടി. നീ ഇങ്ങനെ ചെക്കൻ്റെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കും. നോ ചേഞ്ചസ്. അപ്പോൾ ഒരു ചെക്കൻ്റെ ഐഡിയ വെച്ചിട്ടുണ്ട്. നീ മെസ്സേജ് നോക്കണം കേട്ടോ. ചെക്കൻ, യു മീൻ മൈ ഫ്യൂച്ചർ ഹബ്ബി? ഫസ്റ്റ് മെസ്സേജ് അയച്ച് വൈബ് സെറ്റാക്കണം നമുക്ക്. എന്നിട്ട് നമുക്ക് ഹാപ്പി ആക്കണം എന്ന് തീരുമാനിക്കാം. ഓക്കെ ഏട്ടാ, നിങ്ങളെൻ്റെ മുത്താണേ. ഇന്നത്തെ പതിപ്പിക്കൽ കഴിഞ്ഞോ? ഏകദേശമൊക്കെ കഴിഞ്ഞു. ഈ അനശ്വരയുടെ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയിരിക്കണം. ചെക്കൻ സെറ്റാണ്, ഡീസൻ്റ് ഒക്കെ തന്നെയാ. എനിക്ക് അറിയാവുന്ന ചെക്കനാ. വലിയുണ്ടോ? ഇല്ല. കുടിയുണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ലാത്ത എങ്ങനെ ഡീസൻ്റാ? ഓഹോ, ഇതൊക്കെ ഉള്ള ഡീസൻസിയാണോ നമ്മൾ ഉദ്ദേശിച്ചത്? അപ്പോൾ നിനക്കറിയാലോ, അന്ന ഈസ് സ്റ്റിൽ ഡിഫറെൻറ്റ് വിത്ത് അതേഴ്സ്. എനിക്കിതൊക്കെ ഉള്ള ഡീസൻസിയാണ് ഇഷ്ടം. നിന്റെ ഏട്ടനടുക്ക് ചോദിക്കുന്നത് ശരിയാ. നിനക്ക് വട്ടല്ലേ? ഇല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്നും പറയത്തില്ല. എൻ്റെ അപ്പു, എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളല്ലോ ജീവിക്കണ്ടേ. നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ് ജീവിക്കണ്ടേ. എനിക്കിതൊക്കെ ഉള്ളതാണ് ഇഷ്ടം. നീ എന്തെങ്കിലും ഐഡിയ ആയിക്ക് നോക്കട്ടെ. പണ്ടാരടങ്ങാൻ ഈ നേരത്തെ ഉറക്കം വരുന്നില്ല. ഞാൻ എന്നാ ചെയ്യും നോക്കണേ. അപ്പു പറഞ്ഞ ചെക്കനെ മെസ്സേജ് നോക്കിയാലോ. ചെക്കൻ വല്ല കുലസ്ത്രീകളായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പാതിരാത്രിക്കൊക്കെ മെസ്സേജ് അയക്കണോ? അനശ്വര ഇതാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ. എൻ്റെ പള്ളി, ഇവൻ ഉറങ്ങിയില്ലായിരുന്നു. ഇത് ആരപ്പ മെസ്സേജ് അയക്കണേ? ഇഷ്ടപ്പെട്ടു.
എന്താണ് മോളെ ഒരു സന്തോഷമൊക്കെ? ആഹാ, ഏട്ടനറിഞ്ഞില്ലായിരുന്നോ? ഇന്നലെ രാത്രി നമ്മുടെ ആശു പെറ്റുപോലും. ഇത് നീ എങ്ങനെ അറിഞ്ഞു? ഞാനൊരു തന്തയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. പക്ഷെ ഞാൻ അമ്മയായ ഞാൻ അറിയുമല്ലോ. ഓ മേഡം എണീറ്റായിരുന്നോ? പിന്നെ താങ്കളെപ്പോ ഒരാണെന്ന് കരുതിയോ? ഞാൻ നേരത്തെ കാലത്തൊക്കെ എണീക്കും. എൻ്റെ കുയിലേ, ഞാനൊന്നും പറയുന്നില്ല. എടി മതി മതി നിർത്ത്. ഞാൻ അവനെ ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞല്ലേ. ഓ മതിയേ, എനിക്കത് കത്തിയായിരുന്നു. എനിക്കത് വണ്ടേ കത്തിയായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ആരാ എൻ്റെ ഒപ്പം അമ്പലത്തിര? ചേച്ചി എന്നെ മനസ്സിലായല്ലോ അല്ലേ? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്തോ കുഴപ്പം വരാൻ? എന്തായാലും അല്ല, ചേച്ചി അമ്പലം പോയി വരുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ആ, എൻ്റെ കുഞ്ഞ് ആക്കിയതായിരുന്നല്ലേ? മനസ്സിലായില്ല കേട്ടോ. അല്ല, ഇതൊന്നും പതിവല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണോ? എല്ലാവരും കാര്യമായിട്ട് എന്തോ പറ്റുന്ന എനിക്ക് തോന്നുന്നല്ലോ കേട്ടോ. പോ, ഞാൻ എൻ്റെ ഭാവി പറഞ്ഞ് കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് പറഞ്ഞത്. പറയേ, എൻ്റെ കൂടെ അമ്പലത്തിൽ വരുമോ ഇല്ലയോ? ഓ ഇല്ല ചേച്ചി, ഞാനിന്ന് വേറൊരാളുടെ പോകുന്നു പറഞ്ഞതാണേ. ചേച്ചിയുടെ കൂടെ വരാനാണ് ഇപ്പോഴും തോന്നുന്നു. അനുശുവേ, ആ നേരെ വെളുത്തപ്പോൾ തന്നെ വന്നല്ലോ രണ്ടും. ഞാൻ പറഞ്ഞില്ലേ അമ്പലം മേടിച്ചിപ്പോ വരുമെന്ന്. ആയിഷമ്മേ, ഇതിൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ നേരത്തെ. നിങ്ങൾക്ക് പണിയില്ല മനുഷ്യ? എങ്ങനെ പോകുന്നു എൻ്റെ ഐശു ചേച്ചിയെ? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അത് ഇന്ന് രാവിലെ തന്നെ ഐശുവിൻ്റെ കാര്യം പറഞ്ഞാൽ തുടങ്ങിയത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ ചെക്കനെ കുത്തി ധരിക്കുള്ളൂ എൻ്റെ പേരും പറഞ്ഞ്. എങ്ങനെ മനസ്സിലാക്കുന്ന ഐശമ്മേ? ഡേഡി വേണ്ട. ആയിഷമ്മ നമുക്കിവിടെ നിൽക്കണ്ട, പോവാൻ പാ. നീ വേണേ പോടാ, ഒരു നാത്തും വേണ്ടിട്ടെന്ന്. ഞാനൊരു നാത്തുവിൻ്റെ കൂടെ അമ്പലത്തിൽ പോകാൻ വന്നത്. ഞാൻ പോയിട്ടേ വരത്തുള്ളൂ കേട്ടോ. പൊക്കോ. അല്ലേലും നാത്തുമാരെ കണ്ടാൽ ഇങ്ങനെയാണ് ഐഷമ്മയ്ക്ക്. ഞാൻ പുറത്തല്ല. ഐഷമ്മ ഐഷമ്മ ചത്ത്. അല്ല പിന്നെ ഇവിടെ നിന്ന് എന്തെല്ലാം കണ്ടുവരും ഞാൻ എൻ്റെ കൊച്ചും. അയ്യോ, കാണണമെങ്കിൽ കൂടി അല്ല പിന്നെ. ഇപ്പൊ അങ്ങനെ ആയാ കൊള്ളാം. എടി നാത്തൂനെ, എൻ്റെ അങ്ങനെ എവിടെ അടി? അല്ലാതെ അങ്ങനെ എങ്ങോട്ടോ പോയായിരുന്നു രാവിലെ. കൊന്നോടി നീ അവനെ? പാവായിരുന്നിട്ട് എൻ്റെ ആളാ. അങ്ങനെ ഞാൻ കൊല്ലും, എന്ത് കേൾക്കണത്? അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ കൊന്നോന്ന്. ആയിഷ്, നിങ്ങൾ അതൊക്കെ ഇട്ടേ, നമ്മുടെ അന്നേന്റെ മുഖം നോക്കി. ഇത് റയറാണല്ലോ, കയ്യും വായിലൊക്കെ ഇട്ടിട്ട്. അത് മാത്രമാണോ? മുഖമൊക്കെ നാടുകൊണ്ട് ചുമന്നിട്ടുണ്ട്. അയ്യോ, അവക്കിനി ആരെങ്കിലും സെറ്റായോ? അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. എത്ര നമ്മൾ അവളെ പറ്റി സംസാരിച്ചു, അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അവളിവിടെ ഒന്നല്ല. ശരിയാ അനശ്വരേ. എടി എനിക്ക് എന്താ നീ സ്വപ്നം കാണാണോ? എന്താ വിളിച്ചേ? നീ നേരത്തെ ആരും സെറ്റ് ചെയ്യുന്നില്ലേ? അതാരാ? ഓ അതെൻ്റെ വിഹാൻ. യു മീൻ വിഹാന ക്രിസ്ത്യൻ? അങ്ങനെ എൻ്റെ ചേച്ചിക്ക് ലൈൻ സെറ്റ് ഗൈസ്. അയ്യോ, നിന്റെ ഡീസൻസിക്കൊത്ത ചക്കരാണോ വിഹാൻ? ഈ ഡീസൻസി പോതും. അപ്പൊ നിങ്ങൾ സെറ്റായല്ലേ? സോ ഹാപ്പിയാണ്, നല്ല ചെക്കനാണ്. ഇഷ്ടമായെന്ന് തോന്നുന്നേ. അവളെ സംസാരമൊക്കെ വെച്ച് അങ്ങനെ തോന്നിയേ. ഭാവി ഭാര്യ എന്നൊക്കെ എന്നെ വിളിച്ചായിരുന്നു. ഭാവി ഭാര്യ കളിയാക്കണ്ട, പാവം പെണ്ണ്. ജീവിച്ചു നോക്കോട്ടെ. അപ്പൊ അമ്മായി കല്യാണം കഴിച്ചാൻ പോവാ? എൻ്റെ കുഞ്ഞെ അങ്ങനത്തൊന്നും പറയാനായിട്ടില്ല. സെറ്റായിട്ടില്ലുള്ളൂ. ആലോചിക്കട്ടെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ വേഗം കല്യാണം കഴിച്ച് എനിക്ക് പുതിയ ഉപ്പ് കിട്ടുമല്ലോ. തോര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം, അല്ലാടി കുഞ്ഞുമണിയെ. നിന്നെ പോലെ ആയിപ്പോലൊരു കൊച്ച്, പിന്നെ എന്ത് പറയാനാ? തൊട്ടപ്പുറത്ത് പ്രൊഡ്യൂസർ അല്ലേ, അവളുടെ അടുത്ത് പോയി പറ. എൻ്റെ അടുത്ത് തന്നെ പറയുന്നത്. എനിക്കിത് കുറ്റില്ല അല്ലേ? ഇല്ല, നിനക്കില്ലാത്ത കുറ്റമൊന്നുമില്ല. മിണ്ടണ്ടപ്പോ എൻ്റെ നാത്തന്മാരെന്താ ദൈവങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്? രണ്ടും കണ്ട അടിയാന്ന്.
ഐഷു നമുക്ക് എസ്കേപ്പ് ആയാലോടി. മിക്കവാറും അത് വേണ്ടി വരും കേട്ടോ. രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുന്നത് നിങ്ങളങ്ങനെ അറിഞ്ഞേ? അതിനറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല, ഇങ്ങോട്ട് വന്നപ്പോഴാണ് നീ അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഇന്നലെ നൈറ്റ് നീ കിടക്കുമ്പം അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നേ. അപ്പം വഴിക്കെന്നാ എനിക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ അപ്പുവിനോട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ആരെങ്കിലും അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ അതോ കുത്തിത്താളി നമ്മൾ കൊണ്ടുപോകണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നീ അമ്പലത്തിൽ പോകാൻ റെഡി ആയിരിക്കുന്നത് കണ്ട് അത് ഞങ്ങൾ വിചാരിച്ചു നീ അമ്പലത്തിൽ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന്. ഓ അങ്ങനെയായിരുന്നാ? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നേരത്തെ ഇന്നലെ പ്ലാൻ ചെയ്തിട്ട് കടന്നതാണ്. ഇല്ലടി, ഇന്നലെ നൈറ്റ് വരെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ വന്നതാണ് ഇങ്ങോട്ട്. എല്ലാം ബെസ്റ്റ്. എന്നാൽ എല്ലാം അമ്പലത്തിലോട്ട് പോകാൻ നോക്ക്. അല്ല എൻ്റെ ഏട്ടൻ, നൈറ്റ് നീ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എന്തായാലും നിന്റെ റൂമിന് മുമ്പിലിടാം. ഓക്കെ അല്ലേ? സെറ്റ്. വർത്താനം കഴിഞ്ഞ് നമുക്ക് പോകായിരുന്നു. അവർ നാത്തുമാരോട് നിൽക്കട്ടെ, നമുക്ക് പോടി. ആയിഷമ്മേ, തൊഴണ്ടേ നമുക്ക്? അല്ല, ഇവിടെ വായി നോക്കി നിൽക്കാനല്ലല്ലോ, തൊഴാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ അവിടെ നിന്ന് വന്നത്. അപ്പോൾ ഈ പ്രത്യേക ചോദ്യത്തിൻ്റെ ആവശ്യം എന്താണ്? പുതിയ ചെരുപ്പായിരുന്നേ, അപ്പോൾ ചെരുപ്പ് അടിച്ചുകൊണ്ട് പോകുമോ അതെങ്കിലും എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. തൊഴണോ ഇന്ന്? നമുക്ക് ദേവിനെ പുറത്തുനിന്ന് കണ്ടിട്ട് പോയാലോ? നമുക്ക് പുറത്തുനിന്ന് പ്രാർത്ഥിക്കാം. ചെരുപ്പ് എനിക്ക് പോയതാ. എനിക്ക് ചെരുപ്പ് എപ്പോൾ ഇവിടെ നിന്ന് പോകാറുണ്ട്. ഞാൻ ഇന്നലെ വാങ്ങിച്ച ചെരുപ്പ് അത് അങ്ങനെ കളയണോ? നൈസ്. അപ്പോൾ പിന്നെ നീ എന്തിനായിരുന്നു അമ്പലത്തിലേക്ക് വന്നത്? ഇവിടെ വന്ന ചെരുപ്പ് പോകുന്ന നിനക്കറിയത്തില്ലായിരുന്നോ? മളന്നു പോയി. ഇങ്ങനെ ഇവിടെ വെറുതെ കുത്തിരിക്കാനാണോ പ്ലാൻ? എന്നാൽ പിന്നെ ഇങ്ങോട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാത്തിനും ഭക്തി മൂത്തുന്ന വെച്ച് ഞാനും കൂടെ വന്നിട്ട് വലിയ അബദ്ധമായി പോയല്ലോ ദൈവങ്ങളെ. അകത്ത് കയറണ്ടേ, പ്രാർത്ഥിക്കണ്ടേ? നീയൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയേ? ആരില്ലെങ്കിലും ഞാൻ പോവും, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. നാളെ ഞാനും ഭൈരവേട്ടൻ സെറ്റായിട്ട് 4 വർഷം തികയേ. അപ്പോൾ അതിൻ്റെ പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ എനിക്ക് നടത്താനുണ്ടായിരുന്നു. ഞാൻ പൊക്കോട്ടെ പ്ലീസ്? യേശുവച്ചി പൊക്കോ. അപ്പുവാവേ, നീ അവിടെ നിന്നേ, കുറച്ച് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണോ പറയാനുള്ളത്? ഞാൻ പോയി. പൊക്കോ. പിന്നെ അപ്പു, നിനക്ക് വിഹാനെ എവിടെ നിന്നാണ് കിട്ടിയത്? ഐ മീൻ എങ്ങനെ ഐഡിയ കിട്ടി? നിങ്ങളങ്ങനെ കമ്പനിയായേ? അവനെപ്പറ്റി അറിയുന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ. പിന്നെ ആളെങ്ങനെയാ? എനിക്കാണെങ്കിൽ ഒരു ചെറിയ ക്രഷൊക്കെ അടിച്ച് കെട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. എന്ത് പറയുന്നു? നിനക്കതിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ വേഗം പറ. എൻ്റെ കാളി, അതായിരുന്നു എനിക്ക് ഞങ്ങളെ അവൻ. ഞാൻ ജസ്റ്റ് ഒരു നോട്ടിട്ടപ്പോൾ അങ്ങനെ എനിക്ക് റിപ്ലൈ കിട്ടുന്നത്. അന്നോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല പയ്യന് സെറ്റാവണം നീ പറഞ്ഞില്ല. ആ ടൈമിൽ ഞാൻ ഓർത്ത് അറിയാമെന്ന്. പിന്നെ ആൾ ക്രിസ്ത്യനാണ്. അത് കുഴപ്പമുണ്ടോ? എനിക്കും ഏട്ടനൊക്കെ അറിയാം. നല്ല ചെക്കനാ, മോശം പറയാനൊന്നുമില്ല. പിന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ചെക്കനാണ്. പിന്നെ അവന് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ആയില്ല. അച്ഛനമ്മ അങ്ങനെ അറിയില്ല. പെങ്ങളുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് അധികമായിട്ട് അറിയത്തില്ല. സിബ്ലിങ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പെങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഉണ്ടായിരുന്നായിരുന്നു എന്തോ പറഞ്ഞായിരുന്നു. ഇനി അതെനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയില്ല. കുറേ നാളായിട്ട് മറന്നുപോയി ഇരിക്കുകയായിരുന്നു അവന് പെങ്ങളെ പറ്റിയിട്ട്. എന്താ പറയുക, ഞാൻ ഓർമ്മിച്ചിട്ടില്ല അങ്ങനെ അധികം. എന്തോ അവൻ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞതാ, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ആള് പിന്നെ അപ്പുറത്തെ ജില്ലക്കാരനാണ്. പിന്നെ അവനിപ്പോൾ ഇവിടെ അല്ല കേട്ടോ, ലണ്ടനിൽ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ സെറ്റിലാണ്. സത്യത്തിൽ ജില്ല പറയുകയാണെങ്കിൽ പത്തനംതിട്ടയാണ് ജില്ല. പിന്നെ നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. അധികമായിട്ട് എനിക്കൊന്നും പറയാനില്ല അവനെ പറ്റിയിട്ട്. ഇത്രയൊക്കെ തന്നെ. നിനക്ക് കെട്ടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ കെട്ടുക, നല്ല ജീവിതമായിരിക്കും. ഇല്ല, ഞാനങ്ങനെ ക്രിസ്ത്യൻ അതൊന്നും വെച്ചിട്ട് ഇതാക്കില്ല. എനിക്കിഷ്ടമാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കെട്ടും. പത്തനംതിട്ട അറിയില്ല. ഓക്കെ. ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ്. എൻ്റെ സ്റ്റഡീസും കഴിഞ്ഞതാണ്. ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തത് ജർമ്മനി, ലണ്ടൻ, കൊറിയ എന്ന സ്ഥലങ്ങളിലാണ്. കിട്ടി. അങ്ങനെ വീട്ടുകാരുണ്ടോ ഇല്ലയൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ ഏട്ടനും എൻ്റെ അനിയത്തിയും മാത്രമല്ലേ ഉള്ളൂ.
പിന്നെ രക്തബന്ധം അല്ലെങ്കിൽ പോലും ഒരുപാട് ഇഷ്ടമുള്ള ഏട്ടൻ, നീ, ഐഷു ചേച്ചി, ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് ആളുകളൊക്കെ ഉള്ളൂ. എനിക്ക് ഒരൊരു കാര്യം അറിയണ്ടുള്ളൂ, നന്നായി നോക്കൂ എന്നെ, അത്രമാത്രം. എനിക്കിഷ്ടമായത് ഉറപ്പായിട്ട് ഞാൻ കിട്ടും. ഒന്ന് കമ്മിറ്റിടാൻ നോക്ക്, ഇഷ്ടപ്പെട്ടാൽ പിന്നെ കെട്ടിക്കോ. എന്തായാലും ഇഷ്ടമാകാതിരിക്കില്ല, നല്ല ചെക്കന. ഓക്കെ അപ്പം അതെ, ഞാൻ തൊഴുത് കഴിഞ്ഞ് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞില്ലേ, നമുക്ക് പോവാം. എല്ലാം കഴിഞ്ഞോടി, നമുക്ക് പോവാം. നിനക്ക് ചോദിക്കാൻ പറയാനുള്ളപ്പോൾ ചോദിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു. എല്ലാം ഓക്കെ, എന്നാൽ പോവാം. ഇല്ല ഇനി ഞാൻ അമ്പലത്തിൽ കയറി നോക്കട്ടെ. എൻ്റെ ചെരുപ്പിനെ കാവൽ നിൽക്കണേ. എന്നാൽ വേഗം ചെന്നിട്ട് വാ, നട അടയ്ക്കാറായി. ഓക്കേടെ ഐഷമ്മ, ഞാൻ പോയിട്ട് വരാവേ. അമ്മ, നിനക്കറിയാലോ എല്ലാം അതിനെല്ലാം മംഗളം നടത്തി തരണേ. എൻ്റെ ആഗ്രഹങ്ങൾ നിനക്കറിയാം. ഞാൻ ഇങ്ങോട്ട് വരൽ വളരെ കുറവാണ്, എങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ നീയാണെന്ന് നിനക്കറിയാലോ. വാസ്തവം ഞാൻ സന്തോഷം അറിഞ്ഞിട്ടില്ല വിഹാൻ്റെ കൂടെ ഉള്ളപ്പോൾ. എന്തോ ഇന്നലെ ചെറിയ നിമിഷങ്ങൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി. ജീവിതകാലം മുഴുവനും അവൻ്റെ കൂടെ ആയിരിക്കണം എൻ്റെ ആഗ്രഹം. എന്നും അവനെ എനിക്കേ തരില്ലേ. എങ്കിൽ നീ വേദന തരുമ്പം അതിൻ്റെ കൂടെ ഒരു താമര പുഷ്പം തരണേ. എല്ലാം നീ മംഗളമായി നടത്തുമെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാ. അമ്മ ഒരുപാട് നന്ദിയുണ്ട് ഈ പുഷ്പം എനിക്ക് തന്നതിന്. ഞാൻ എന്ത് തീരുമാനം എടുത്താലും എൻ്റെ കൂടെ ഉണ്ടാവണേ. എത്ര നാളെ മെസ്സേജിക്കുന്നു, ഇവിടെ റീചാർജ് അവരങ്ങോട്ടല്ലേ ഇപ്പോൾ കേട്ട് അവൾ മെസ്സേജ് ഉണ്ടാവോ? ഏട്ടാ, എനിക്ക് കല്യാണം കഴിക്കണം, അവനെ തന്നെ. എൻ്റെ പൊന്നു കിളിയെ, നടക്കൂല. നിനക്ക് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. ബിസിനസ് മോട്ടീവ്സൊക്കെ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ പഠിച്ചാക്കി തന്നെ? ഞാൻ ബിസിനസ് ചെയ്യുന്നില്ലല്ലോ. നാളെ അത് നടക്കില്ല, നാളെ നടക്കത്തില്ല, അത്ര തന്നെ. ഏട്ടാ, കല്യാണം കഴിക്കണമെങ്കിൽ അവന് മാത്രമേ കല്യാണം കിട്ടൂ, ഇതെൻ്റെ ഉറപ്പാണ്. ഞാൻ സമ്മതിക്കത്തില്ല. എന്നാ സമ്മതിക്കത്തില്ലെന്ന് സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടായിട്ടാ എൻ്റെ ഫീലിങ്സിന് വലുതാകാത്തത്? ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. മുൻപെല്ലാം അറിയുന്നതിനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇപ്പം എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. ആരുടെയും സമ്മതത്തില്ലെങ്കിലും ഞാൻ അവനെ കല്യാണം കഴിക്കും, ഇതെൻ്റെ ഉറപ്പാണ്. എന്നെ ഇന്നും ഇന്നലെ കണ്ട ഒരുത്തനെ കണ്ടിട്ട് നീ എന്നെ ധിക്കരിക്കുമോ? എൻ്റെ പ്രണയത്തിന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ എന്ത് തെറ്റുകളും ചെയ്യും, എന്ത് നന്മയും ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. എന്നാൽ എനിക്കെൻ്റെ പ്രണയത്തെ സ്വന്തമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലീവ് ഇറ്റ്, നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഇപ്പം സംസാരിക്കണ്ട, പോയി കിടക്ക്. വിഹാനെ, നമുക്ക് എത്ര പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരും. അതെന്താ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ ഇല്ലയോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി.
ഞാൻ വരാൻ ദേവതേ, ചൂടാവാതെ. ശരി, നീ എപ്പോൾ ലണ്ടനിൽ ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യുമോ? എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാം. പറയാം. ഓക്കെ, അത് മതി. എത്രയും പെട്ടെന്ന് തരാൻ നോക്ക്. അല്ല, നിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ സീനാവില്ലടി. കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏത് വീട്ടിൽ സെറ്റാവാത്തേ? നിന്റെ ദേവത പ്ലാനൊക്കെ നേരത്തെ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. നല്ലതാ, കുറ്റബുദ്ധി. പിന്നെ എനിക്ക് ജീവിക്കണ്ടായോ? പിന്നെ ജീവിക്കാൻ കുറച്ച് കുരുട്ടുബുദ്ധിയൊക്കെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാതെ. അമിതമായ കുരുട്ടുബുദ്ധി എൻ്റെ ബിസിനസ്സിന് യൂസ്ഫുൾ ആവും. എടാ, ബിസിനസ്സൊക്കെ ഇത്ര അങ്ങനെ പോയാൽ അതേപോലെ പോയാൽ മതി. എൻ്റെ കുറ്റബുദ്ധി ഞാൻ അതിനൊന്നും ഉപയോഗിക്കത്തില്ല. നല്ലതായിട്ടാണല്ലോ, എല്ലാം നല്ലതാണ്. നിങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. അവൻ എന്നെ നന്നായി നോക്കും, അതെനിക്കറിയാം. ഭൈരവനെ പോലെ തന്നെ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാൻ ചെയ്യാം. നിങ്ങൾ ഒരുമിക്കുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ചിന്തിച്ച് വേണം ഓരോ കാര്യം ചെയ്യാൻ. നിനക്ക് ഓക്കെ ആണോ അല്ലയോ അത് പറഞ്ഞാൽ മതി. നിനക്ക് വീട്ടിൽ നിന്ന് അറിയാൻ കിട്ടിയാൽ പോരെ, അത് ഞാൻ ഏറ്റു സെറ്റാക്കാം. പക്ഷെ അനിയത്തിമാരെ സ്വന്തം മക്കളെ കണ്ട ഭൈരവനെ ചതിക്കാൻ നിനക്ക് പറ്റുമോ? ഞാൻ ഒരിക്കലും ഏട്ടനെ ചതിക്കുമല്ല. ഭൈരവേട്ടനെ ചതിക്കാൻ നീ കരുതിയതല്ല. നീ എങ്ങനെ ചതിച്ചെന്ന് നീ പറയുന്നത്? ഞാൻ എൻ്റെ വിഹാനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവനെ ചതിക്കുന്നതില്ല. അവന് കാരണം ഞാൻ അവനെയല്ല സ്നേഹിക്കുന്നത്. എൻ്റെ മനസ്സിലെങ്കിൽ ചതിച്ച പോലെ അല്ലേ. സ്നേഹിക്കുന്നവനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്നേഹിക്കാൻ പാടില്ല. അതാണ് എൻ്റെ പോളിസി. നിനക്ക് ഈ ഹെൽപ്പ് ചെയ്തരാതിരിക്കാം. ഓക്കെ, നീ അതൊന്നും ചിന്തിക്കണ്ട. നിന്നെ വിഹാനം ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കും. ഞാൻ സഹായിക്കുകയും ചെയ്യും. നീ എപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അതെല്ലാം അറിയിക്കുകയും ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞു എന്ന്. ഓക്കെടാ, നിനക്ക് ഞാൻ എല്ലാം മെസ്സേജ് അയക്കാം. അധികം വേഗത ഉണ്ടാവും എന്തായാലും പോകുക. ആടിയെന്നാൽ ഞാൻ വീട്ടിൽ പോട്ടെ. ഏട്ടൻ നിന്നോട് നേരത്തെ പറഞ്ഞു വന്നിട്ട് പോയ എന്തെങ്കിലും സംശയം തോന്നിയ ഭൈരവനെ വിളിച്ച് പറയാം എന്തായാലും. ഓക്കെ ഡി. എങ്കിൽ ശരി, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഞാൻ പോവാണ്. പിന്നെ ഞാനിപ്പം ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പോകുന്ന എൻ്റെ ജില്ലയിലേക്കായിരിക്കും. പിന്നെ ഞാൻ എന്നെ ഇങ്ങോട്ട് വന്ന് കൊണ്ടുവരും. പിന്നെ നമ്മുടെ മാരേജ് ഒരു ഹിന്ദു ടൈപ്പ് മാരേജ് ആയിട്ട് ടെമ്പിൾസിൽ നമുക്ക് നടത്താം. നീ എന്ത് പറയുന്നു? ആടാ, എല്ലാം നീ തീരുമാനിച്ച് വെച്ചേക്ക്. നമുക്കധികം ടൈമില്ല, അതാണ് ഏറ്റവും വലിയ സംഭവം. ആടി, എല്ലാം നമുക്ക് സെറ്റാക്കാം. നീ ഒന്നോടെ മേടിക്കണ്ട. നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കത്തില്ല. നിന്നെ ഞാനും ഓർമ്മ വിട്ടു കൊടുക്കില്ല. എങ്കിലും എന്നോട് ഐ ലവ് ഒന്നും പറയത്തില്ലല്ലേ? ഓക്കെ, ഐ വിൽ വെയിറ്റ് until end. എല്ലാം സമയമാകുമ്പോൾ പറയാം. ഓക്കെ, വെയിറ്റ് ചെയ്യാനാണല്ലോ എൻ്റെ വിധി. വെയിറ്റ് ചെയ്യാം. ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറയാതെ നീ എന്തിനാ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ? ഞാൻ നിന്റെ ഇഷ്ടം നോക്കാൻ പോകുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ കല്യാണം കഴിക്കും, അത്ര തന്നെ. ഇതാ കഴുതേ, നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയെ? കുറച്ച് നാളത്തേക്ക് ഞാൻ അനശ്വര ട്രൈ എടുക്കലാണ്. അപ്പം അനശ്വര പറയുന്നതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ആഹാ, എനിക്കിട്ടാക്കി തരത്തല്ലേ? നേരത്തെ പറയണ്ടായിരുന്നു. എനിക്ക് നേരത്തെ മനസ്സിലാക്കിയായിരുന്നു. ഇതിനനുസരിച്ച് ഞാൻ മറുപടി തരാം കേട്ടോ. ഐ ലവ് യു അനശ്വര. ഐ ലവ് യു സോ മച്ച്. എൻ്റെ ദേവതേ. എന്നാ ഞാൻ വെക്കട്ടെ. ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ ഡി, ഗുഡ് നൈറ്റ്. വെച്ചോ. ഐഷമ്മേ, സത്യമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അപ്പോൾ കൊണ്ടുപോയി നീ എന്നെ കുറച്ച് പെട്ടെന്ന് കൊണ്ട് തിരിച്ചാക്കും ഇവിടെ. അതറിഞ്ഞിട്ട് ആദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസമില്ലേ? എനിക്ക് ഇവളെ കൊണ്ടുപോയിട്ട് ഒരു കാര്യം ചെയ്യാനില്ല. തൂക്കി വിറ്റാൽ പോലും അതിൻ്റെ പൈസ കിട്ടാത്ത ഇവളെ കൊണ്ടുപോയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? സത്യമായിട്ട് ഞങ്ങൾ ആശ്ചര്യത്തിൽ കഴിഞ്ഞോളെ. എൻ്റെ ഇവളുടെ കൂടെ പഠിച്ച മേഘ അവൾ ഇന്നലെ മരിച്ചു. ഞങ്ങൾ അവളുടെ ഡെഡ് ബോഡി കാണാൻ പോയിക്കോട്ടെ പ്ലീസ്. ഞങ്ങളെ അവിശ്വസിക്കരുത്. വിശ്വസിച്ചില്ലെങ്കിൽ സാരമില്ല, അവിശ്വസിക്കരുത്. മേഘയായിരുന്നു. നീ പറഞ്ഞില്ലല്ലോ നേരത്തെ. മേഘ അവള് നിന്നെ പോലല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവളെങ്ങനെയാണ് മരിച്ചു? എനിക്ക് അവൾ എന്തായാലും ഇന്ന് തന്നെ കാണാൻ പോകണം. നീ വിളിച്ചപ്പോൾ ഒരാളുടെ വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞുള്ളൂ. മേഘയ്ക്ക് ഇങ്ങനെ പറ്റിയെന്നു, മരിച്ചു ഒന്നും എനിക്ക് പറഞ്ഞില്ലല്ലോ. നമുക്കിപ്പോൾ തന്നെ പോവാം. മേഘ, അവൾ എനിക്ക് കാണണം.
അങ്ങനെ നീ ഇങ്ങനെ ഡെസ്പാവാതെ പൊക്കോ, ഞാൻ ഭയങ്കരോട് കാര്യം പറഞ്ഞോളാം. ചേച്ചി എൻ്റെ വേഗം എനിക്ക് പോകണം. പൊക്കോ, ഞാൻ പറഞ്ഞില്ല, നീ പൊക്കോ, ഞാൻ ഭയങ്കരോട് പറഞ്ഞോളാം. താങ്ക്സ് ചേച്ചി, ഞാൻ പോവാണ്. അനുഷു വാ, നമുക്ക് പോവാം. ഞാൻ വരുന്നു. വേഗം ഐഷു പോയി കരച്ചിലൊക്കെ നിർത്തിക്കോ, വാ പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ആക്ടിങ്? സെറ്റ് എന്നാ നമുക്ക് പോവാം. ഇങ്ങനെ പറ്റില്ല, ഇൻട്രസ്റ്റ് മാറേണ്ടി വരും. ഇങ്ങനെ അല്ലാതെ പിന്നെ ഞാൻ അങ്ങനെ വരുവാ. അകത്തേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, നിങ്ങൾ വന്നാ ഞാൻ ഡ്രസ്സ് സെറ്റാക്കിയിട്ടുണ്ട്, വാ. സിയാമ പോയി, സുഖല്ലേ? സുഖം നേടി, ഇപ്പം ഒന്നും ചോദിച്ചേക്കാൻ സമയമില്ല. അകത്തോളം ഡ്രസ്സ് ഇട്ടിട്ട് വേഗം ഒരുക്കിയിട്ട് വരാൻ നോക്ക്. ഓക്കേ ഓക്കേടാ, സെറ്റ്. അപ്പോൾ ഇവിടെ അത് ഭയങ്കര ചൂടാടാ. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ വരും? നീ അത് ഇട്ടായിരുന്നോ? ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ. എപ്പോഴും ഇരിക്കുക എൻ്റെ ഉമ്മച്ചിക്കുട്ടികൾക്ക്. കൊള്ളാം. ഇത് സ്ഥിരമായിട്ടുള്ള ഡ്രസ്സൊന്നുമല്ലല്ലോ, ഇതൊക്കെ മതി. കൊള്ളാല്ലേടി, ഇത് സെറ്റാണ്. നിങ്ങൾ ഒളിച്ചോടാതെ പോകുന്നത്. നിങ്ങളിങ്ങനെ സംസാരിച്ചു നിൽക്കാതെ വേഗം പോവാം. എല്ലാം അപ്പനോട് പറഞ്ഞു, നന്നായിട്ട് ജീവിക്കടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഡാ. എന്നാൽ ഞങ്ങൾ പോവാട്ടോ. എത്ര നാളെ നമ്മൾ കാണാൻ കൊതിച്ച്. ബട്ട് കണ്ടത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോ. വിഹാൻ, ഐ ലവ് യു സോ മച്ച്. ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നമുക്ക് കല്യാണം കഴിക്കാം. നീ എൻ്റെ മാത്രം വിഹാൻ. ഫസ്റ്റ് നിനക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയപ്പോൾ ഒന്നും ഞാൻ നീയായിട്ട് ഇത്ര അടുക്കുമെന്ന് കരുതിയില്ല. ഇത്രയും മെസ്സേജ് കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ. എന്നാല് എൻ്റെ കൂടെ ആയിരുന്നു നീ ഉണ്ടായിരുന്നത്, പക്ഷെ നേരത്തെ വീട്ടിലേക്ക് പോയി എന്ന് ഞാൻ പറയും കേട്ടോ. ആടി സെറ്റ്. എന്നാ നീ പൊക്കോ. ഞാന് എങ്ങനെയുണ്ട് നീ ഫസ്റ്റ് ആയിട്ട് എന്നെ കാണുമ്പോൾ എന്നെ കാണാൻ? എന്തുവാ പെണ്ണെ പറയുന്നത്? ഫസ്റ്റ് ആയിട്ട് നീ എന്നെ കാണുമ്പോൾ എന്നെ കാണുന്നത് എങ്ങനെയുണ്ടെന്നോ? അയ്യോ, എന്തുവാ ഇത്? ഐസ് പോടാ, എന്നെ കാണുന്നത് എങ്ങനെയുണ്ട് പറത്തേല് എന്നാ ഞാൻ ചോദിച്ചത്. നീ കൊള്ളാടി, നിനക്കൊരു കുഴപ്പമില്ല, സൂപ്പറാണ്. നീ പറഞ്ഞില്ല ഞാൻ? അത് നീ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റിലൂടെ ഫീൽ ചെയ്യും. നിന്നെ കാണുന്നത് എങ്ങനെയാ ഉള്ളതെന്ന്. ഇത് നല്ല സ്പീഡിലാണല്ലോ. എന്നെ കണ്ടോണോ ഇത്രയും? നിന്നെ കണ്ടതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ കേട്ടോ. അപ്പോൾ ശരി, നല്ല നീ പൊക്കോ. ഞങ്ങളുടെ കാരണം നിനക്ക് പ്രശ്നം വേണ്ട. ഞങ്ങളിപ്പോൾ തന്നെ എൻ്റെ നാട്ടിലേക്ക് പോവുക. അവിടെ വെച്ച് ഞങ്ങളുടെ കല്യാണം. ഓക്കേടാ. ഇവിടെ വേറെ ആരെയും ഇഷ്ടം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് ഭൈരവനെ വേർപ്പിച്ചുകൊണ്ട് ഒളിച്ചോടാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒട്ടും സപ്പോർട്ട് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നിൻ്റെ കൂടെ ഉൾപ്പെടാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഇവിടെ ഞാൻ ഇത്രയും നാളെ എങ്ങനെ കഴിഞ്ഞെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു കൂട്ടുകാരിക്ക് അപ്പുറമായിരുന്നു ഇവളെ കണ്ണ് ഒരിക്കലും നിറയാൻ പാടില്ല, അത്ര എനിക്കുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുവാവയുടെ കണ്ണൊരിക്കലും നിറയാൻ പാടില്ല, അത്ര എനിക്കുള്ളൂ. നന്നായിട്ട് നോക്കണേ. നീ വിശ്വസിച്ച് ഇവിടെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഞാൻ നിന്റെ വിശ്വാസം തകർക്കോ? എൻ്റെ ഡാർലു എൻ്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാ. സ്വന്തം ജീവൻ പോലെ ഞാൻ നോക്കൂടെ മരണം വരെ. അത് മതി എനിക്ക്. ഇവളിപ്പോൾ ഹാപ്പി ആയിരിക്കണം, കൂടെ നീയും. ഓക്കെ എടാ, ഞാനും നന്നായിട്ട് നോക്കിക്കോളാം. നീ പേടിക്കൊന്നും വേണ്ട, പൊക്കോ. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ട. ശരിയാ, നീ എന്നാ വീട്ടിലേക്ക് പൊക്കോ. നിന്നെ നേരത്തെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പ്രശ്നം ഉണ്ടാവും. ഓക്കേടാ, ശരി. ഇന്ന് ഞാൻ പോവാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക്സ് ഉണ്ട്. അതെ, താങ്ക് യു സോ മച്ച്. നമുക്കെന്നാ വേഗം പോയാലോ? ആരെങ്കിലും കണ്ട് പ്രശ്നമാക്കണ്ട. ഓക്കെ, എല്ലാം എൻ്റെ ഡാർലു പറയുന്ന പോലെ. ഇതാണ് എൻ്റെ ജില്ല. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല സ്ഥലം. എനിക്ക് തട്ടവും പറമ്പൊക്കെ ഒന്ന് ഊരിക്കളയണം.
ഓക്കെ ഓക്കെ, നീ ഫോട്ടോ കണ്ടുപിടി, എങ്ങനെയുണ്ട്? ട്രെയിനിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്ന ഫോട്ടോ എടുത്തല്ലേ. ഇതൊക്കെ രസമല്ലേ ഇടാറുള്ളൂ, വിട്ടെ. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയതുകൊണ്ട് വിട്ടേക്കുന്നു. ഇത് ചേഞ്ച് ആക്കാൻ ഞാൻ അങ്ങോട്ട് പോകണം. പറതൊക്കെ അകത്ത് ഡ്രസ്സുള്ളതല്ലേ, അപ്പുറത്ത് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അവിടുന്ന് ഡ്രസ്സ് മാറ്റിക്കാം. ഇതിനകത്ത് നല്ല ഡ്രസ്സുണ്ട്, ഞാൻ വേഗം ചേഞ്ച് ആക്കി തരാം. എൻ്റെ കർത്താവ്, എല്ലാം ഫുള്ളി പ്രിപ്പയർഡ് ആണല്ലോ. നമുക്ക് അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ളതല്ലേ? അതെ അതെ, അപ്പുറത്തെ അമ്പലത്തിൽ കല്യാണം കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വന്നേ. ഈ ആടയാഭരണങ്ങളൊക്കെ എന്തിനാ? ഇതൊക്കെ ആര് നിനക്ക്? നമ്മൾ ഒളിച്ചോടിയതല്ലേ? എടാ, ഞാൻ വിചാരിച്ച കുറച്ച് സ്വർണ്ണമാണ് കിട്ടാത്തത്. പിന്നെ ഇതൊക്കെ അറിയാതാണെന്ന് വിചാരിക്കുന്നു വേണ്ട, ഈ എല്ലാവരും പോലെ ഐ മീൻ തങ്കത്തിൽ പൊതിഞ്ഞ സാധനങ്ങളാണ്. ഇത് വിറ്റാൽ കിട്ടാമെന്ന് പോകുന്നില്ല ഒന്നും. പിന്നെ ഞാൻ വരുമ്പം വേറെ കേട് വരാൻ പാടില്ലല്ലോ. പിന്നെ എനിക്ക് റോൾഡ് ഗോൾഡ് തിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല രസമില്ലേ കാണാൻ? എനിക്ക് സ്വർണ്ണത്തെക്കാട്ടും ഇഷ്ടതാണ്. സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വെയിറ്റാണ്. ഇതാണെങ്കിൽ ലൈറ്റ് വെയിറ്റും പിന്നെ നമുക്ക് ലാഭമല്ലേ ഇത്. നിന്നെപ്പോലെ പൊട്ടമ്മനൊക്കെ പറ്റിക്കാലോ, അതും വേറൊരു സംഭവമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് വന്നത്. പിന്നെ 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവർ നോക്കുമ്പോൾ അമ്മ എന്തെങ്കിലും വെറും കയ്യോടെയും കഴുത്തോടെയൊക്കെ നിൽക്കുന്ന കല്യാണം കഴിക്കാൻ ഒരു കല്യാണമല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ അവരുടെ മുമ്പിൽ എന്തോ പറയും. പിന്നെ നമ്മൾ ഫ്യൂച്ചറൊക്കെ നേരത്തെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനത്തെ ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നതാണ്. കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് എല്ലാം മാറ്റി കളയാം. നീ എന്താ പറയുന്നു, ഇഷ്ടമായോ ഇല്ലയോ? എൻ്റെ പൊന്നെ, കാണാൻ നല്ല രസമുണ്ട് എന്നെ കാണാൻ. ലവ് യു. അതെയോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം കുഴപ്പമില്ലല്ലേ? നീ എങ്ങനെ എൻ്റെ മുമ്പ് വന്നാലും എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഓ, അതുകൊണ്ടാണോ ഇഷ്ടമെന്ന് പറഞ്ഞേ? ഞാൻ വിചാരിച്ചു എൻ്റെ ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന്. എനിക്ക് തന്നെ ഇഷ്ടമാടി. നീ എങ്ങനെ വന്നതെന്ന് എനിക്കിഷ്ടം. പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊടിയാ? അപ്പടിതാ ചെല്ലോ, അപ്പടിതാ. എന്നാലേ ഞാനും ചേഞ്ച് ആക്കിയിട്ട് വരാം. കല്യാണ സെക്കൻഡൊക്കെ വേഷത്തിൽ വരാമല്ലോ. ഇതൊക്കെ പോലെ എനിക്ക് ഫസ്റ്റ് ഇതേ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട് സെറ്റ് തോന്നാം. നമുക്ക് നമ്മുടെ യാത്ര എന്നാൽ ആരംഭിക്കാം അല്ലേ? ഡബിൾ ഓക്കെ മൈ ലവ്. ആൻറ്റി, ഇതാണ് ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെ പെണ്ണ്. നല്ല സുന്ദരിയാണല്ലോ നീ കണ്ടുപിടിച്ച പിന്നെ. എന്താ ആൻറ്റി, എൻ്റെ കളക്ഷനില്ലേ, അപ്പം സെറ്റ് ആവാതിരിക്കുമോ? അതും ശരിയാ, നല്ല ഐശ്വര്യ കാണാൻ നല്ല തങ്കപ്പെട്ടു കൊച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ കണ്ണിളക്കല്ലേ ആൻറ്റി, പാവല്ലേ? ഭാര്യ ആവുന്നതിന് മുമ്പ് ഭാര്യയാക്കിയോ നീ? കൊള്ളാലോ നീ. മനസ്സിൽ എൻ്റെ കല്യാണം ഇവിടെ പണ്ടേ കഴിഞ്ഞതാ, അതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? ശരി എന്നാല്. മോളെ നീ എന്തൊന്നും മിണ്ടാത്തെ? അല്ല ആൻറ്റി, നിങ്ങൾ സംസാരിക്കല്ലേ, അതാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. നല്ല അടക്കം ഒതുക്കുള്ള കൊച്ചൻ നീ കണ്ടുപിടിച്ചെന്തായാലും സന്തോഷമായി മോനെ എനിക്ക്. അയ്യോ ആൻറ്റി, അങ്ങനെയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് തന്നെ നന്നായിട്ട് ഇഷ്ടമായി മോളെ. എൻ്റെ കൊച്ചിനെ നന്നായിട്ട് നോക്കണം നീ, അത്രേ ഉള്ളൂ. എനിക്ക് സ്വന്തമായി ഒന്നിനെ ഞാൻ ആർക്കും മുമ്പിൽ വിട്ടു കൊടുക്കില്ല ആൻറ്റി. അതുപോലെ തന്നെ വിഹാന്, അവനെ ഞാൻ എൻ്റെ സ്വന്തം ജീവനെ പോലെ കാണുന്നത്. അവനെ ഞാനൊന്നും ഒരു കുറവ് വരാൻ നോക്കിക്കോളാം. ആൻറ്റിക്ക് എന്നെ വിശ്വസിക്കാം. മോളുടെ വായന ഇത്രയും കേട്ടപ്പോൾ തന്നെ ആയിരിക്കും സന്തോഷം മോളെ. ഞാൻ നോക്കിക്കോളാം ആൻറ്റി, എൻ്റെ സ്വന്തം അല്ലേ ഇവൻ, ഞാൻ നോക്കിക്കോളാം. ഇനി ഉറപ്പ് മതി മോളെ, ആരെയും സമാധാനം ജീവിക്കാം. മുഹൂർത്ത പറയും. ഞാനും ഇവൻ്റെ കല്യാണം ഇങ്ങനെ അമ്പലത്തിൽ വെച്ചാണ് നടത്തണമെന്ന് വിചാരിച്ച. ഇവൻ്റെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നു, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഇന്ത്യൻ കാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് ഇവൻ്റെ അച്ഛൻ വിഹാനം ഇട്ടാൽ മതി, ക്രിസ്ത്യൻ നെയിമായിട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഓക്കെ പറഞ്ഞ്
ലാസ്റ്റ് ഇവൻ സത്യം പറഞ്ഞാൽ ഒരു ക്രിസ്ത്യനെ പറയാൻ ഇത്ര നാൾ വളർന്നത്. ഇപ്പം പെട്ടെന്ന് പറയാം എനിക്ക് ഹിന്ദു ആയാൽ മതി, ഹിന്ദു ആയാൽ മതി. അപ്പം എനിക്ക് തോന്നി ഏതോ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടാവും, അതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നാമോദിവസം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, പള്ളിയിൽ പോകണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ അവനിപ്പം ഒരു ഹിന്ദു ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് വേണ്ടിയാണ് നീ എൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യുന്ന. ലവ് യു. ലവ് യു ടു. പിന്നെ നിനക്ക് വേണമെന്ന് വെച്ചാൽ അതെ, നിനക്ക് വേണ്ടി തന്നെയാണ്. അതെ, അമ്മായിയും വരുമ്പോൾ വേണ്ടി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം, മുഹൂർത്തത്തിന് സമയമായി. അതെയോ, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതെ, ഇവിടെ അങ്ങനെ ഇരിക്കണോ? കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫയൽസിൻ്റെ കാര്യം മിണ്ടി പോരുത്. മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. എടി, പിന്നെ എനിക്ക് ജീവിക്കണ്ടായോ? പണിയടിച്ചാലേ കാശ് കിട്ടുള്ളൂ ജീവിക്കാൻ. ഓ, എന്തെങ്കിലും ആവട്ടെ. ഇത് നോക്ക്, ഇന്ന് ഞാൻ എൻ്റെ ഭാര്യ, നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം. എന്തെങ്കിലും നിനക്ക് എന്നിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? അറ്റ്ലീസ്റ്റ് ദിസ് ഡേ. ഒരു വലിയ ഫൈറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫ്രീ ആയതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഓഫ് ദ ലൈറ്റ്. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്? ഡാർലു, ഇന്നലത്തെ നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണല്ലോ ഇത്ര പെട്ടെന്ന്. അതിൻ്റെ ഒരു ഇതുണ്ട്. എന്തായാലും നീ ഞാനൊരു സ്വന്തമാക്കിയില്ല. എനിക്കിനി വീട്ടുകാരെ നോക്കാനില്ല, ആ ഒരു സന്തോഷമുണ്ട്. വേറൊന്നും തോന്നാനില്ല, പക്ഷെ നല്ല പേരുണ്ട്. നേരം വെളുത്തിട്ട് നീ ഒന്നും എണീക്കാത്ത? നല്ല വേദന ഉണ്ടോ? സോറി. വൈ സേയിങ് ലൈക്ക് ദിസ്? ഈ പേരിനൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലുള്ളൂ. എന്തായാലും
ഈ പെണ്ണൊരു സുഖമുള്ളല്ലേ? കുറച്ചേരം കൂടി എൻ്റെ അടുത്ത് വന്ന് കിടക്ക് പ്ലീസ്. ഞാനിങ്ങനെ കിടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ നെഞ്ചത്ത് ഇങ്ങനെ തല വെച്ച് കിടക്കാൻ എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയോ? നീ കടന്നോളേ, നിനക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള നെഞ്ചിലേക്ക്, നിനക്ക് വേണ്ടി മാത്രം. അതിലാരും പോരുത്, നിൽക്ക്. കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇത് കഴിഞ്ഞ വർഷം മെയ് 3 കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം 1 year ആവാനായി. ഞാൻ കരുതിയത് ആ ഒരു സമയത്ത് എഡിറ്റ് തീരത്തുള്ളെന്ന്. ബട്ട് ഞാൻ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് തീർത്തു. കാരണം എനിക്ക് അറിയില്ല ആ സമയത്ത് ഫോൺ കിട്ടുമില്ലെന്ന്. ആൻഡ് ഇറ്റ്സ് ഫോർ യു മൈ ലവ്. എനിക്ക് റിയൽ ലൈഫിലെ ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിലെ സ്റ്റോറി തന്നെയാണ്. പക്ഷേ അധികമായിട്ട് അഡ്മിറ്റ് ചെയ്തെന്ന് പറയാനാണെങ്കിൽ നമുക്ക് ചെക്കനില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ചെക്കനെ കിട്ടാനില്ല. സോ ഞാൻ എൻ്റെ ക്യാരക്ടർ ലവ് സ്റ്റോറി സജസ്റ്റ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് ഫോർ യു മൈ ലവ്. 1 വർഷം എന്നെ സഹിച്ചതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. ആൻഡ് യു ആർ ടു സ്പെഷ്യൽ ടു മീ ആൻഡ് ടു ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ മൈ ലൈഫ്. ഈ സ്റ്റോറി നീണ്ടു പോകുമെന്ന് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ നീണ്ടു പോകുമായിരിക്കാം. എൻ്റെ ഗോഡിനോട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. ആൻഡ് ലവ് യു ഫോർ എവർ മൈ വിഹാൻ. ലവ് യു. അപ്പോൾ ഇതിൽ ഏകദേശം ഞാൻ കുറേയൊക്കെ റിയലായിട്ട് നടന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയതും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത്. കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും പറയുക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഇനി കമൻറ്റിൽ പറയാൻ പറ്റാത്ത തെറ്റുകളാണെങ്കിൽ DM പറഞ്ഞാലും മതി, ഞാൻ കേൾക്കുന്നതായിരിക്കും.